രാവിലെ ഞാൻ ദോശയും കടലക്കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചായിരുന്നോ? അപ്പോൾ രാവിലെ മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അണ്ണനും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മല്ലി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നും കൂടെ അത് വെയിലത്തിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും അഗസ്ത്യപ്പൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. ഒരു മുളം കമ്പ് കിട്ടിയിട്ടുണ്ട് വലുത്. അപ്പോൾ അതെടുത്ത് പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വാഴക്കൊമ്പുണ്ടായിരുന്നു, അത് തള്ളിയിട്ടിട്ടുണ്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോഴാണ് ഒരു ചുവന്ന പൂ ഇഷ്ടം പോലെ ഒരു മരത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നേ. അതിൻ്റെ അടുത്ത് നന്നായിട്ടുള്ളൊരു വലിയ കുഴിയാണ്. നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ കുഴിയിൽ തന്നെ വീണ് മണ്ണിട്ട് മൂടേണ്ടി വരും. പിന്നെ കാന്താരി മുളക് നിറയെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായി വിളയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ സമയം കിട്ടില്ല. രാവിലെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് സമയം കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ജോലി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഞാൻ കാണും. അപ്പം നമ്മളെ പട്ടിക്കുട്ടന്മാർ രണ്ടുപേരും കൂട്ടിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അവന്മാരെയൊക്കെ ഒന്ന് പോയി നോക്കി. എന്നിട്ട് അവിടെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു. എന്നിട്ട് മുകളിലൊരു പായും പിന്നെ മല്ലി ഉണക്കാനിടാനുള്ളതും കൂടെ കൊണ്ടുപോയിട്ടുണ്ടേ. നിങ്ങളാരും വിചാരിക്കേണ്ട ഞാൻ പായിട്ട് വെയിലത്ത് കിടക്കാൻ പോവുകയാണെന്ന്. മല്ലി ഉണക്കി എടുക്കാൻ വിചാരിച്ചു. നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് അക്കരെ മലയിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പുകവലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ പുകയാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ആ സൈഡിലോട്ട് കയറി നിന്നിട്ട് പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തോട്ടമില്ലാതെ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ ആ ശ്രമമൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് തോട്ടപ്പൂ എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു തോരത്തിനുള്ള കറിക്കുള്ള എന്തായാലും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് പൂവ്. പിന്നെ കുറച്ച് ഇലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തോരത്തിനായി. പിന്നെ കുറച്ച് മുരിങ്ങയിലുണ്ടായിരുന്നു. പിന്നെ കാന്താരി മുളകും കൂമ്പും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ മീനും കൂടെ ഉണ്ട്.